Hi guys, welcome to Tech Malayalam. So, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫോണിന്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. ഈ പുതുവർഷത്തെ OnePlus വരവേൽക്കുന്നത് OnePlus 13 ആൻഡ് OnePlus 13R എന്നീ രണ്ട് മോഡലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. സോ ഈ രണ്ട് മോഡലുകളുടെ സ്പെസിഫിക്കേഷൻ ഡിഫറൻസസ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മോഡൽ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തുടർച്ചയായ രണ്ടാമത്തെ വർഷമാണ് OnePlus ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലും അതേപോലെ തന്നെ പ്രീമിയം ഫീച്ചേഴ്സ് നിലനിർത്തിക്കൊണ്ടുള്ള എന്നാൽ പ്രൈസ് കമ്പാരിറ്റീവ്ലി ലോ ആയിട്ടുള്ള R സീരീസും പുറത്തുകൊണ്ടുവരുന്നത്. വില കൂടുതലാണെങ്കിലും OnePlus 13 മികച്ചൊരു ആൻഡ്രോയിഡ് ഫോൺ ആഗ്രഹിക്കുന്നവർക്ക് ദ ബെസ്റ്റ് ഓപ്ഷനാണ്. എസ്പെഷ്യലി അതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിലാണെങ്കിലും. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യമാണ്. കഴിഞ്ഞ മോഡൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു അപ്ഗ്രേഡേഷനാണ് ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ ഫോണിൽ കാണാൻ സാധിക്കുന്നത്. OnePlus 13ഉം OnePlus 13Rഉം ഓൾമോസ്റ്റ് സിമിലർ ഡിസൈനാണ്. ക്യാമറ ലേഔട്ട്, ലെഫ്റ്റ് ബാക്ക് കോർണർ, സർക്കുലർ ഡിസൈൻ എന്നിവ ലഭ്യമാണ്. പക്ഷേ 13Rൽ ഹാസൽ ബ്ലാക്ക് ബ്രാൻഡിംഗ് ഇല്ല. ഇത് മോഡലുകളുടെ പെർഫോമൻസ്, അതായത് ക്യാമറ പെർഫോമൻസിൽ ഡിഫറൻസസ് ഉണ്ടാക്കുന്നുണ്ട്. ഡ്യൂറബിലിറ്റിയുടെ കേസാണ് എടുത്തു പറയേണ്ട ഒന്ന്. OnePlus 13ൽ യൂസ് ചെയ്തിരിക്കുന്നത് സെറാമിക് ഗാർഡ് മെറ്റീരിയലാണ്. ഇതിൻ്റെ ബാക്ക് പാനലും ഡിസ്പ്ലേയും ഒക്കെ അതുകൊണ്ട് തന്നെ ഡാമേജിനും സ്ക്രാച്ചസിനും ഒക്കെ ഹൈലി റെസിസ്റ്റൻ്റ് ആയിരിക്കും. ബട്ട് OnePlus 13Rൽ യൂസ് ചെയ്തിരിക്കുന്നത് ഗോറില്ല ഗ്ലാസ് 7i ആണ്. OnePlus 13ന് IP68, IP69 വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. ബട്ട് OnePlusൻ്റെ 13R സീരീസിന് IP64 മാത്രമാണ് വാട്ടർ റെസിസ്റ്റൻസ്, വിച്ച് മീൻസ് പ്രീമിയം മോഡൽസ് ആർ കൂടുതൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിരിക്കും. OnePlus 13 6.82 ഇഞ്ച് പാനലാണ് വരുന്നത്. OnePlus 13R ആണെങ്കിൽ 6.78 ഇഞ്ച് പാനലിലും. സോ OnePlus 13 ഓഫ് കോഴ്സ് റെസൊല്യൂഷൻ ഷാർപ്പർ ആയിരിക്കും. ബട്ട് ഈ രണ്ട് ഫോണും 1 to 120 Hz വരെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. OnePlus 13 3 കളർ വേരിയൻസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്, ബ്ലാക്ക്, ബ്ലൂ ആൻഡ് സിൽവർ. എന്നാൽ OnePlus 13R ആണെങ്കിൽ ബ്ലാക്കിലും സിൽവറിലും മാത്രമാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാമറ സ്പെസിഫിക്കേഷൻസ് നോക്കാം. OnePlus 13ൽ 50MP മെയിൻ, അൾട്രാ വൈഡ്, ടെലിഫോട്ടോ ലെൻസസ് എന്നിവയുള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണുള്ളത്. 3 times ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നു. മുൻഭാഗത്ത് 32MP സെൽഫി ക്യാമറ ഉണ്ട്. 13Rൽ 50MP മെയിൻ ക്യാമറ, 8MP അൾട്രാ വൈഡ്, 50MP ടെലിഫോട്ടോ ലെൻസ് എന്നിവയാണ് ഉള്ളത്. ടെലിഫോട്ടോ ലെൻസ് പോർട്രേറ്റ് ഷോട്ട്സിൽ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്താണ്. 2 times ഒപ്റ്റിക്കൽ സൂം വരെ സപ്പോർട്ട് ചെയ്യുന്നു. 16MP ഫ്രണ്ട് ക്യാമറ സെൽഫീസിനും കോൾസിനും യൂസ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഇറങ്ങിയ OnePlusൻ്റെ മോഡലായ 12Rൽ നിന്നും നല്ലൊരു ബാറ്ററി പെർഫോമൻസ് ആണ് 13 കാഴ്ചവെച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് 19 hours 45 minutes വരെ ബാറ്ററി സ്കോർ ലഭിച്ചതോടെ OnePlus നല്ലൊരു സ്റ്റാൻഡേർഡാണ് ബാറ്ററി പെർഫോമൻസിന്റെ കാര്യത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റിന്റെ പവർ മാനേജ്മെന്റ് ഫീച്ചേഴ്സിന്റെ സഹായത്തോടെ 13Rനും സമാനമായ ബാറ്ററി ലൈഫ് ഉറപ്പാണ്. OnePlus 13ന്റെ 12GB RAM 256GBക്ക് ഇന്ത്യയിൽ വരുന്ന പ്രൈസ് 69,999 ആണ്. 16GB 512GB മോഡലിന് 76,999ഉം 24GB 1TB മോഡലിന് 89,999 ആണ് പ്രൈസ് വരുന്നത്. OnePlus 13Rന്റെ 12GB RAM 256GB മോഡലിന് ഇന്ത്യയിൽ വരുന്ന പ്രൈസ് 42,999 ആണ്. 16GB 512GBക്ക് വരുന്നത് 49,999ഉം. നെബുല നോയർ, ആസ്ട്രൽ ട്രെയിൽ കളർ ഓപ്ഷനുകളിലാണ് ലഭ്യമായിട്ടുണ്ടാകും. സോ ദീസ് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ OnePlus 13 ആൻഡ് 13R. നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക? ഡു കമൻറ്റ് ബിലോ.